ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഫൗണ്ടേഷൻസ് ഓഫ് കമ്പ്യൂട്ടിംഗ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ നോക്കുവാണ്. കോഴ്സ് കോഡ് GXCST 203. ഓക്കെ, സോ മൊഡ്യൂൾ 1 നമ്മൾ മെയിൻലി ഹാർഡ്വെയർ പോർഷൻസിനെ പറ്റിയിട്ടാണ് ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത്, കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനെ പറ്റി. ഓക്കെ, സോ അതിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് സിസ്റ്റം അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ആർക്കിടെക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ എങ്ങനെയാണെന്നാണ് നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കാൻ പോകുന്നത്. ഓക്കെ, കമ്പ്യൂട്ടറിനെ ആസ് എ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കമ്പണൻസ്, അതിൻ്റെ ഔട്ട്ലൈൻ എന്തൊക്കെ വെച്ചിട്ടാണ്, കമ്പ്യൂട്ടറിനുള്ളിൽ എന്തൊക്കെയുണ്ട്, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതൊരു മീൻസ് നമുക്ക് യൂസ്ഫുൾ ആവുന്നൊരു ഡിവൈസ് ആവുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കമ്പ്യൂട്ടറിനെ ഒരു പ്രൊഡക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് എന്തൊക്കെ കമ്പണൻസ് ആണോ കമ്പ്യൂട്ടറിനകത്തുള്ളത് അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ആർക്കിടെക്ചറിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആർക്കിടെക്ചർ പ്രപ്പോസ് ചെയ്തത് വോൺ ന്യൂമാൻ ആണ്. ദാറ്റ്സ് വൈ ദിസ് ആർക്കിടെക്ചർ ഈസ് കോൾഡ് ആസ് വാട്ട്, വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. ഓക്കെ, സോ ഇനി ഈ ഒരു ആർക്കിടെക്ചർ ആദ്യം പഠിച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഡീറ്റെയിൽ ചെയ്ത് നോക്കാം. ഓക്കെ, സോ സിസ്റ്റം ആസ് എ ഹോൾ നമ്മൾ നോക്കുവാണെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ആക്ച്വലി കമ്പ്യൂട്ടറിൻ്റെ യൂസ് എന്താ, നമ്മളൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഡേറ്റ കൊടുത്തു. അപ്പോൾ അതിനെ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ പേരൊരു ഡേറ്റയാണ്. ഓക്കെ, സോ TKMIT എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരെന്താണ്, ഒരു ഡേറ്റയാണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് എന്തെന്ന് വിളിക്കാം, ഡേറ്റ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഡേറ്റ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കും. അപ്പോൾ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, ആ ഡേറ്റയിൽ വർക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് എന്ത് തരും, ഒരു ഔട്ട്പുട്ട് തരും. ഓക്കെ, അപ്പോൾ ഡേറ്റ അല്ലെങ്കിൽ നമ്മുടെ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി നമുക്കൊരു ഡിവൈസ് വേണം. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇൻപുട്ട് ഡിവൈസ്. ദെൻ നമുക്ക് ആ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഒരു യൂണിറ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ പ്രോസസ്സിങ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഡേറ്റയെ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, ആൻസർ തിരിച്ചു തരും. ആ തരുന്ന ആൻസറിനെ നമ്മൾ കാണുന്ന എവിടെ വഴിയാണ്, ഔട്ട്പുട്ട് ഡിവൈസ് ത്രൂ ആണ്. ഓക്കെ, സോ ഔട്ട്പുട്ട് ഡിവൈസ് ആണ് യൂസറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കൊടുക്കുന്ന ഡേറ്റയെ പ്രോസസ്സ് ചെയ്യുന്ന സെഗ്മെൻറ്റിനെയാണ് നമ്മൾ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ CPU എന്ന് വിളിക്കുന്നത്. സോ കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, CPU. ഓക്കെ, സോ ആക്ച്വലി നമ്മൾ കൊടുക്കുന്ന ഡേറ്റയെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ആക്കി മാറ്റി തരുന്നത് ആരാണ്, ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. ഓക്കെ, ഇനി നിങ്ങൾ ഈ CPU ഒന്ന് ജസ്റ്റ് ഡീറ്റെയിൽ ചെയ്ത് നോക്കുവാണെങ്കിൽ ഈ ഒരു ബ്ലോക്കിനെയാണ് നമ്മൾ CPU എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ CPUവിൽ എന്തുണ്ട്, ഈ ഓരോ ഓപ്പറേഷൻസും പെർഫോം ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള സെക്ഷനുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വിളിക്കുന്ന പേരെന്താണ്, ALU അല്ലെങ്കിൽ അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് വിളിക്കും. ദിസ് ഈസ് ദ യൂണിറ്റ് where we are actually performing the computations. ഓക്കെ, സോ നമ്മളുടെ A+B എന്ന് പറയുമ്പോഴേക്കും എയും ബിയും തമ്മിൽ ആഡ് ചെയ്യുവാണ് എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ആക്ച്വലി ഹാപ്പൻ ചെയ്യുന്ന എവിടെയാണ്, ഈ ഒരു CPUവിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. ഓക്കെ, അതേപോലെ നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻസ് ഉണ്ടല്ലോ, ലോജിക്കൽ ഓപ്പറേഷൻസ് ലൈക്ക് എന്താ ആൻഡ് കിട്ടും, ഓർ ചെയ്യും, നോട്ട് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള എല്ലാ ലോജിക്കൽ ഓപ്പറേഷൻസും ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്, ഈ CPUവിനകത്താണ്. ഓക്കെ, അപ്പോൾ CPUവിനകത്ത് വർക്കിംഗ് ആയിട്ട് നമ്മൾ മെയിൻലി പറയുന്ന രണ്ട് മെയിൻ സർക്യൂട്ടാണ് അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും. രണ്ട് യൂണിറ്റ്സ് ആണ് അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും. ഇവർ രണ്ടും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്ന എവിടെ വെച്ചിട്ടായിരിക്കും, ALU അല്ലെങ്കിൽ അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിൽ വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു യൂണിറ്റ് വേണം. ആ യൂണിറ്റിന് വിളിക്കുന്ന പേരെന്താണ്, കൺട്രോൾ യൂണിറ്റ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ബേസിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന യൂണിറ്റാണ് അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റും. പിന്നെ ആ ഒരു ഓപ്പറേഷൻസിനെയും കൺട്രോൾ ചെയ്യും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന യൂണിറ്റിൻ്റെ പേരാണ് കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് എന്ത് കൊടുത്തു കഴിഞ്ഞാലും അതിനെ റിസീവ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ അത് റിസീവ് ചെയ്ത് വെക്കുന്നത് എവിടെയാണ്, നമ്മളിപ്പോൾ ഒരാൾ നമുക്കൊരു ചോക്ക് തന്നു അല്ലെങ്കിൽ നമുക്കൊരു ക്യാൻഡി തന്നു, അപ്പോൾ നമ്മളത് വാങ്ങി വെക്കുന്നത് എവിടെയാണ്, നമ്മുടെ കയ്യിലാണ്. അതേപോലെ സിസ്റ്റത്തിൻ്റെ സ്റ്റോറേജ് അല്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുന്നോ അതിനെല്ലാം റിസർവ് ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ അത് കീപ്പ് ചെയ്യുന്നത് എവിടെയാണ്, കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിലാണ്. ഓക്കെ, അപ്പോൾ മെമ്മറിയെ കംപ്ലീറ്റ്ലി വി ആർ കോളിംഗ് ഇറ്റ് ആസ് എ യൂണിറ്റ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് വാട്ട്, മെമ്മറി യൂണിറ്റ്. ഓക്കെ, ഇനി മെമ്മറി യൂണിറ്റിൻ്റെ ഡയഗ്രാം സെക്ഷൻ ഒന്ന് നോക്കിക്കേ. മെമ്മറിയെ നമ്മൾ CPU ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ CPU ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴേക്കും ഒരു ബൈ ഡയറക്ഷണൽ ആരോയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, കണ്ടോ. CPUയിലോട്ട് ഡേറ്റ കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ CPUവിൽ നിന്ന് ഡേറ്റ എടുക്കുന്നുമുണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന ഡേറ്റയെ എന്ത് ചെയ്യും, ഒന്നുകിൽ CPU എന്ത് ചെയ്യും, അതിനകത്ത് വെച്ച് വർക്ക് ഔട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, മെമ്മറിയിലോട്ട് കൊടുക്കും. മെമ്മറിയിൽ നിന്ന് അതിനെ തിരിച്ചെടുത്ത് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് ആൻസർ ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് പ്രൊവൈഡ് ചെയ്യും. ആൻസർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന യൂണിറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഡേറ്റ ഇങ്ങനെ കൊടുക്കും. ആ കൊടുക്കുന്ന ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യും, CPU മെമ്മറിയിലേക്ക് കൊടുക്കും. ആ മെമ്മറിയിൽ നിന്ന് അതിനെ എടുത്ത് അതിനെ എക്സിക്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ആൻസറിലേക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. ഇതാണ് ആക്ച്വലി ഒരു നോർമൽ ആയിട്ടുള്ള ആക്ടിവിറ്റി വിച്ച് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് എ സിസ്റ്റം എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനകത്ത് എന്തൊക്കെയുണ്ട്, CPU ഉണ്ട്,
അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഉണ്ട്, പിന്നെന്താണ് കൺട്രോൾ യൂണിറ്റ് ഉണ്ട് അല്ലേ. സി പി യുവിനകത്ത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഉണ്ട്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. ഇനി നോക്കിക്കേ, നമ്മൾ വേറൊരു സംഭവം കൂടെ കാണും. വാട്ട് ഇസ് ദാറ്റ്? രജിസ്റ്റേഴ്സ്. രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിക്കാം. ഫോർ ആൻ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് ഒരു നമ്പറിൻ്റെ അല്ലെ രണ്ട് നമ്പേഴ്സിൻ്റെ തമ്മിൽ സം ചെയ്ത് അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ഓപ്പറേഷൻ എന്തായിരിക്കും? സം ചെയ്യുന്ന പ്രോസസ്സ്. ഓക്കെ, അതിനുശേഷം ആ സമ്മേറ്റ് ചെയ്ത വാല്യൂവിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആവറേജിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി, അതായത് സം ആദ്യം നമ്മൾ കണ്ടുപിടിച്ച് വെക്കണം. ആ കണ്ടുപിടിച്ച് വെക്കുന്ന ആ റിസൾട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് എന്ന് വിളിക്കും അല്ലേ. അതായത് ആക്ച്വലി നമ്മുടെ ഓപ്പറേഷൻ്റെ ഫൈനൽ റിസൾട്ട് വന്നിട്ടില്ല, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആവറേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ അതിന് ഇടയ്ക്കുള്ളൊരു റിസൾട്ടാണ് സം. സം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇൻ്റർമീഡിയറ്റ് റിസൾട്ടുകളെ നമുക്ക് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നത്? രജിസ്റ്റേഴ്സ്. അപ്പോൾ സി പി യുവിനകത്തുള്ള ഒരു സ്റ്റോറേജ് അല്ലെങ്കിൽ ഒരു മെമ്മറി സെക്ഷൻസ് ആണ് ഇതെന്ന് പറയുന്നത് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അവിടെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് രജിസ്റ്റേഴ്സ് ഉണ്ട്. നോക്കിക്കേ, പി സി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഗ്രാം കൗണ്ടർ. CIR എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. AC എന്ന് പറഞ്ഞാൽ എന്താണ്? അക്യുമുലേറ്റർ രജിസ്റ്റർ. MAR എന്ന് പറഞ്ഞാൽ എന്താണ്? മെമ്മറിയിലുള്ള അഡ്രസ് വാല്യൂസിനെ സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്ററാണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ഇനി നമ്മൾ കൊടുക്കുന്ന മെമ്മറി ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്ററാണ് മെമ്മറി ഡേറ്റ രജിസ്റ്റർ. ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും എന്താ ഇതിൻ്റെ റോൾ എന്നുള്ളത് നമ്മൾ പഠിക്കും. ഒന്നും നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ചെയ്ത് പഠിക്കത്തില്ല, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ സബ്ജക്റ്റ് മാത്രമാണിത്. ഓക്കെ, അപ്പോൾ ഈ ഒരു CPU നമ്മുടെ ഒരു കമ്പ്യൂട്ടറിൻ്റെ ആസ് പെർ ദ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്തൊക്കെ കമ്പണൻസ് ഉണ്ടെന്നും അത് ഓരോന്നും ഉള്ള സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഇത് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചുള്ള ക്വസ്റ്റൻ ആണ്. ഡിസ്കസ് അബൌട്ട് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. ഓക്കെ, സോ ആക്ച്വലി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോർഡ് പ്രോഗ്രാം ആർക്കിടെക്ചർ അല്ലെങ്കിൽ സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റ്. നമ്മൾ എന്ത് കൊടുത്താലും അതിനെന്ത് ചെയ്യും? ഇൻപുട്ടിൽ നിന്ന് നേരെ CPU ത്രൂ മെമ്മറിയിലേക്ക് എത്തും. മെമ്മറിയിൽ നമ്മൾ അതിനെ റിട്രീവ് ചെയ്തിട്ടായിരിക്കും വീണ്ടും ആ ഒരു ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റ് ആണ് ആര് ഫോളോ ചെയ്യുന്നത്? വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ മോഡേൺ സിസ്റ്റംസ് എല്ലാം ആക്ച്വലി ഈ ഒരു ആർക്കിടെക്ചർ ഫോളോ ചെയ്തിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കിക്കുക, എന്താണ് സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാംസ് ആൻഡ് ഡേറ്റ സ്റ്റോർഡ് ഇൻ ദ സെയിം മെമ്മറി. ഓക്കെ, മെമ്മറിക്കകത്തായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ പ്രോഗ്രാംസ് എല്ലാം സ്റ്റോർ ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും? റിട്രീവ് ചെയ്തിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അതാണ് സ്റ്റോർഡ് പ്രോഗ്രാം ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓരോ കമ്പണൻസും എന്താണെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുവാണ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്, മെമ്മറി യൂണിറ്റ് ഉണ്ട്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ CPU എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആക്ച്വലി CPU നിങ്ങൾ ലാബിൽ വന്നപ്പോഴേക്കും കേട്ടിട്ടുണ്ടായിരിക്കും. CPU ഈസ് ഓൾവേസ് കോൾഡ് ആസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. നമ്മൾ സിസ്റ്റത്തിൻ്റെ ബ്രെയിൻ, ആക്ച്വലി ആക്റ്റീവായിട്ടുള്ള സെഷനാണ് ഇതെന്ന് പറയുന്നത്, ബ്രെയിൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സെഷനായിട്ടാണ് ആരെയോ നമ്മൾ വിളിക്കുന്നത്? CPU വിളിക്കുന്നത്. സോ CPU ഈസ് കോൾഡ് ആസ് ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. ഓക്കെ, നമ്മുടെ ആക്ച്വലി സിസ്റ്റം വർക്ക് ചെയ്യുന്ന സമയത്ത് എവിടെയായിരിക്കും ഉണ്ടായിരിക്കുക? CPU-ലായിരിക്കും. ഓക്കെ, സോ CPU എന്ന് പറഞ്ഞാൽ ഒരു ഹാർഡ്വെയർ ആണ്. ഡേറ്റ ആൻഡ് ഔട്ട്പുട്ടിനെ പ്രോസസ്സ് ചെയ്യുന്നതാണ് CPU-ൻ്റെ ഡ്യൂട്ടി. സ്റ്റോറേജ് ഫംഗ്ഷൻസ് ഫോർ എ കമ്പ്യൂട്ടർ സിസ്റ്റം. CPU-നകത്ത് രജിസ്റ്റേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ മെമ്മറി. നോക്കിക്കേ, ഈ ഒരു സിംഗിൾ യൂണിറ്റിനെ നമ്മൾ വിളിച്ചേക്കുന്ന പേരെന്താണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് വിളിച്ചു. ഓക്കെ, ഇനി ഒരു CPU-നകത്ത് ആക്ച്വലി CPU-നെ നമ്മൾ ഹാർഡ്വെയർ ആയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു കമ്പണൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്ക് എന്തുകൊണ്ട് CPU സോക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ CPU-നെ എന്ത് ചെയ്യുന്നത്? നമ്മളുടെ മദർ ബോർഡിൽ പ്ലേസ് ചെയ്യുന്നത്. മദർ ബോർഡിനകത്താണ് CPU ഇരിക്കുന്നത്. ആ CPU-നെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? CPU സോക്കറ്റ് വെച്ചിട്ടാണ്. ഇപ്പോൾ നമ്മളൊരു മൊബൈലിനെ പ്ലഗ് ഇൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കണക്ട് ചെയ്യത്തില്ലേ? അതേപോലെ നിങ്ങൾക്ക് ഇതൊന്നും ഡീറ്റെയിൽ ചെയ്ത് പറയേണ്ട ആവശ്യമില്ല, കാര്യം നിങ്ങൾ ലാബിൽ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി ഉള്ള കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ CPU-ന് ഒരുപാട് ഡേറ്റ ഇൻസ്ട്രക്ഷൻസിനെയൊക്കെ പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. സോ ഇതിൻ്റെ ബേസിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോസസ്സ് ചെയ്യുക. ഡേറ്റയും ഇൻസ്ട്രക്ഷൻസിനെയൊക്കെ എന്ത് ചെയ്യുക? പ്രോസസ്സ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? CPU-ൻ്റെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി CPU-നകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഓൾ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ കൺട്രോൾ യൂണിറ്റ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഉണ്ട്, അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി. അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അങ്ങനത്തെ ബേസിക് ഓപ്പറേഷൻസും ലോജിക്കൽ ഓപ്പറേഷൻസ്, കമ്പാരിസൺ, ആൻഡ് ഓർ നോട്ടൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? CPU വഴിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ സ്മോൾ സ്റ്റോറേജ് ലൊക്കേഷൻസ് ഉണ്ട് CPU-നകത്ത്. ദേ ആർ കോൾഡ് ആസ് വാട്ട്? രജിസ്റ്റേഴ്സ്. അത് ഡേറ്റ ടെമ്പററി ആയിട്ടാണ് ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. സ്ഥിരമായിട്ട് അതിനെ നമുക്ക് മെമ്മറിക്ക്, അതായത് നമ്മുടെ ഈ ഒരു എന്താ പറയുന്നത് CPU-നകത്തുള്ള രജിസ്റ്ററിനകത്ത് പെർമനൻറ്റ് സ്റ്റോറേജ് അല്ല, എപ്പോൾ സപ്ലൈ പോകുന്നു ആ സമയത്ത് അതിൻ്റെ കണ്ടൻറ്റ് ഇറേസ് ആയി പോകും. ഓക്കെ, പിന്നെ അതിനകത്തുള്ള ഓരോ രജിസ്റ്റേഴ്സിനെയും പേരുകൾ പറഞ്ഞേക്കുക, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഇനി CPU-നകത്ത് നടക്കുന്ന ആക്ടിവിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ആര് ചെയ്യുന്നത്? CPU ചെയ്യുന്നത്. ഓക്കെ, നോക്കിക്കുക, ഞാൻ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ A+B എന്ന്. ഞാൻ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു ഓർഡർ കൊടുക്കാമെന്ന് വിചാരിക്കുക. എയും ബിയും കൂടെ ആഡ് ചെയ്യാനായിട്ട് ഞാൻ CPU-ൻ്റെ അടുത്ത് പറഞ്ഞു.
അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻസ്ട്രക്ഷനാണ്. ഇതെന്താണ്? ഒരു ഇൻസ്ട്രക്ഷനാണ്. ഇപ്പം നമ്മൾ കം ഗോ എന്നൊക്കെ പറയില്ലേ, അതേപോലെ കമ്പ്യൂട്ടറിനെ നമ്മളൊരു അരിത്തമാറ്റിക് ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ യൂസ് ചെയ്തേക്കുന്ന ഇൻസ്ട്രക്ഷനാണ് A+B എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മൾ എന്ത് ഇൻസ്ട്രക്ഷൻ കൊടുത്താലും നമ്മൾ സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റാന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ആ ഇൻസ്ട്രക്ഷനെ മെമ്മറിയിൽ നിന്ന് എടുക്കണം. ഓക്കെ, ആ മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷനെ പിക്ക് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫെച്ച് ചെയ്യുക എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഫെച്ച് ചെയ്യുക. അപ്പോൾ സി പി യുവിൻ്റെ ബേസിക് ഫംഗ്ഷൻസിനകത്തുള്ള ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സി പി യു ഫസ്റ്റ്ലി മസ്റ്റ് ഫെച്ച് ദ ഇൻസ്ട്രക്ഷൻ ഫ്രം ദ മെമ്മറി, അല്ലേ? അപ്പോൾ മെമ്മറിയിൽ നിന്ന് സി പി യു എന്ത് ചെയ്യും? ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യും, എടുക്കും. അപ്പോൾ എന്താ? A+B എന്നുള്ളത് ആര് കണ്ടു? സി പി യു കണ്ടു. നെക്സ്റ്റ് അത് എന്ത് ചെയ്യണം? ഡീകോഡ് ചെയ്യണം. ഡീകോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ആക്ച്വലി എന്താണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ മീൻ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? A+B നമ്മൾ എങ്ങനെ ഡീകോഡ് ചെയ്യുക? ഇതിനകത്ത് 2 വാല്യൂസ് ആണുള്ളത്. ആരൊക്കെയാണ്? എയ്ക്ക് ഒരു വാല്യൂ ഉണ്ട്, ബിക്ക് ഒരു വാല്യൂ ഉണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എയും ബിയും ചുമ്മാതെ വെച്ചിരുന്നാൽ പോരാ, വി ഹാവ് ടു ആഡ് ദോസ് 2 വാല്യൂസ്, അല്ലേ? അപ്പോൾ ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ എന്താണ്? ആഡ് എന്നാണ് ഇവിടുത്തെ ഓപ്പറേഷൻ. ഇവിടുത്തെ ഓപ്പറൻസ് ആരെയൊക്കെ തമ്മിലാണ് ആഡ് ചെയ്യേണ്ടത്? എയും ബിയെയും ആണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെസ്സേജ് എന്താണ്? ഇവിടെ ഒരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. എന്ത് ഓപ്പറേഷൻ നടക്കുന്നത്? അഡീഷൻ ഓപ്പറേഷനാണ് നടക്കുന്നത്. ആ ഓപ്പറേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത് ആരൊക്കെയാണ്? എയും ബിയുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് വിളിക്കുന്ന പേരെന്താണ്? ഡീകോഡിംഗ് എന്ന് വിളിക്കും. ട്രാൻസ്ലേറ്റ് ദ ഇൻസ്ട്രക്ഷൻ ഇൻ ടു ഫോർമാറ്റ് ദാറ്റ് ക്യാൻ ബി എക്സിക്യൂട്ടഡ്. അതായത് എക്സിക്യൂട്ടബിൾ രീതിയിലേക്ക് ഇതിനെ മാറ്റും. ശരിക്കും പറഞ്ഞാൽ ഇതിന് എന്താണ് ആക്ച്വലി വർക്ക് ഓൺ ആവുന്നത് നിങ്ങൾ ഹയർ സെമസ്റ്ററിൽ പഠിക്കും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. A+B എന്ന് പറഞ്ഞാൽ എയും ബിയിലും ഉള്ള വാല്യൂസിനെ എടുത്ത് ആഡ് ചെയ്യുക. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്? നമുക്ക് സംഭവം മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. ദാറ്റ് ഈസ് കോൾഡ് ആസ് വാട്ട്? എക്സിക്യൂഷൻ. എക്സിക്യൂഷൻ മീൻസ് വാട്ട്? ക്യാരിങ് ഔട്ട് ദ ഇൻസ്ട്രക്ഷൻ സച്ച് ആസ് പെർഫോമിങ് എ കാൽക്കുലേഷൻ ഓർ മൂവിങ് എ ഡേറ്റ. ഒരു ഡേറ്റ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് മാറ്റുകയോ അല്ലെങ്കിൽ ആ ഡേറ്റ എടുത്ത് എന്തെങ്കിലും ഓപ്പറേഷൻസ്, അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ വർക്ക് ഓൺ ആവുന്നത് എന്തായിരിക്കും? എക്സിക്യൂഷൻ എന്നാണ് പറയുക. ആക്ച്വലി ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ആ ഒരു ഓപ്പറേഷൻ നടന്നു കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ആ ആൻസറിനെ നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യണം. എങ്ങോട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത്? മെമ്മറി. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഡയറക്റ്റായിട്ട് യൂസറിനെ ഡിസ്പ്ലേ ഔട്ട് ചെയ്ത് കാണിക്കാം, കുഴപ്പമില്ലല്ലോ. അപ്പോൾ സേവ് ദ റിസൾട്ട് ദ മെമ്മറി ഇഫ് നീഡഡ്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ആ റിസൾട്ടിനെ നമ്മൾ സ്റ്റോർ ചെയ്യും. അതർവൈസ് നമ്മളതിനെ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി പാസ് ടു ദ ഔട്ട്പുട്ട് ഡിവൈസ് ഫോർ ഡിസ്പ്ലേയിങ് ഇറ്റ് ടു ദ യൂസർ, അല്ലേ? അപ്പോൾ ഇതാണ് നോർമലി ഫംഗ്ഷൻ ഓഫ് എ CPU എന്ന് പറയുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ആദ്യം ഇൻസ്ട്രക്ഷനെ മെമ്മറിയിൽ നിന്ന് എടുക്കണം. അതിന് വിളിക്കുന്ന പേരെന്താണ്? ഫെച്ച് ചെയ്യണം. ആ ഇൻസ്ട്രക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതെന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അതിന് വിളിക്കുന്ന പേരെന്താണ്? ഡീകോഡിങ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ അവിടെ വർക്കൗട്ട് ആവണം. ആ വർക്കൗട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണ്? എക്സിക്യൂഷൻ. ആ ഇൻസ്ട്രക്ഷൻ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ആ ആൻസറിനെ നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യണം. ഓക്കെ, ഇതാണ് ആക്ച്വലി ദ ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ഓർ ദ ആക്ടിവിറ്റീസ് വിച്ച് ആർ ഡൺ ബൈ ദിസ് CPU. ഓക്കെ, അപ്പോൾ അത് നോക്കുക. ഇനി CPU ൻ്റെ ബേസിക് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, അത് അടുത്ത വീഡിയോയിൽ നോക്കാം.